കേരളത്തിലെ ക്രൈസ്തവ വോട്ടുകൾ ലക്ഷ്യമിട്ട് ബി ജെ പി വലിയ നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ബി ജെ പിയെ അല്ലെങ്കിൽ ബി ജെ പിയുടെ നീക്കങ്ങൾക്ക് തടയിടാനാണ് കോൺഗ്രസ് ഇപ്പോൾ ഒരു ക്രൈസ്തവ മുഖം കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തേടിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ തെറ്റില്ല. അല്ല, ഈ ക്രൈസ്തവര് ബി ജെ പിയോട് ചേരുന്നു എന്നല്ല, ചേർന്നു. അവരംഗത്വം എടുത്തു കഴിഞ്ഞു. അതിനകത്ത് ഇനി ഒരു വേറൊരു വലിയ തോതിൽ ക്രൈസ്തവ പിന്തുണ ബി ജെ പിക്ക് കിട്ടിക്കഴിഞ്ഞു. പല വിഷയങ്ങളിൽ അവർ തിരിച്ചറിവുണ്ടാക്കി. അവർക്ക് വഖഫിൻ്റെ കാര്യത്തിലും മുനമ്പം വിഷയത്തിലും ഒക്കെ കൃത്യമായ കാര്യങ്ങൾ അവർ മനസ്സിലായി. ഇപ്പോൾ ഷോണിനെയും പി സി ജോർജിനെയും പിന്നെ അനിൽ ആൻ്റണിയും പിന്നെ ജോർജ് കുര്യനും ജേക്കബ് തോമസും ഒക്കെ മുൻനിരയിൽ നിൽക്കുകയല്ലേ ക്രൈസ്തവ പിന്നെ വിഭാഗത്തിൽ. ക്രൈസ്തവ മുഖങ്ങളായി. അതൊക്കെ ഇവരെ കൂടുതലായിട്ട് അടുപ്പിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ടല്ലേ ബിഷപ്പുമാരും ഒക്കെ ഇപ്പോൾ കാര്യങ്ങളെല്ലാം ഇവർ വഴിയാണ് കേന്ദ്രത്തെ അറിയിക്കുന്നത്. പിന്നെ ഇതൊക്കെ കണ്ടിട്ട് കോൺഗ്രസ് വേവലാതിപ്പെടാൻ തുടങ്ങിയിട്ട് കാലമായി. ഇവരിപ്പം മാറ്റുന്നത് ആരെയാണ്? കെ പി സി സി പ്രസിഡന്റ് സുധാകരനെ അല്ലേ? ഈഴവ വിഭാഗത്തെയാണോ എടുത്ത് മാറ്റുന്നത്? അപ്പം ഈഴവ വിഭാഗത്തിൻ്റെ വോട്ടില്ലേ? അതിൽ ചോർച്ച സംഭവിക്കത്തില്ലേ? ഈഴവ വിഭാഗത്തിൻ്റെ വോട്ട് സി പി എമ്മിന് മാത്രമല്ല കോൺഗ്രസിനും കിട്ടിക്കൊണ്ടിരുന്നതാണ്. അപ്പോൾ സുധാകരനെ മാറ്റിക്കഴിഞ്ഞാൽ ഇപ്പോൾ പറഞ്ഞു വച്ചിരിക്കുന്നത് ആൻ്റണിയും സണ്ണി ജോസഫും. സണ്ണി ജോസഫിൻ്റെ ലോകം എന്ന് പറയുന്നത് എവിടെ? ഇരിക്കൂർ മാത്രമാണ്. ഇരിക്കൂറല്ലേ? ആ വടക്കോട്ടേ ഉള്ളൂ. സണ്ണി ജോസഫിന് എത്ര പേരറിയും? അനിൽ ആൻ്റണി അല്ല, ആൻഡോ പത്തനംതിട്ട എം പിയാണ് കഴിഞ്ഞ ഒരു 3 തവണയായിട്ട്. അതെ, പത്തനംതിട്ടക്കാർക്ക് ഒരു ചൂക്കും ചെയ്തിട്ടില്ല. എത്ര പേരറിയും? ചുമ്മാ മുരളീധരൻ പറഞ്ഞ കറക്റ്റാ. പടം കാണിച്ചാലെങ്കിലും എന്ത് ചെയ്യണം? ഫോട്ടോ കണ്ടെങ്കിലും തിരിച്ചറിയുന്നവരെ ആയിരിക്കണം എടുത്തു വെക്കേണ്ടത്. അതെ, ഇത് ഈ ക്രൈസ്തവ വോട്ട് പിടിക്കാനെന്ന് പറയുമ്പം നോക്കിക്കോ, ഇവിടുത്തെ പിന്നെ മറ്റ് ഈഴവ വോട്ടുകളും നായർ വോട്ടുകളൊക്കെ തന്നെ എന്തായാലും അവിടെ പോയി കോൺഗ്രസിന്റെ ചോർച്ച സംഭവിച്ചു പോയിട്ടുണ്ട്. ഇതും കൂടെ പോകും. ഇതൊന്നും ഒരു ഗുണം ഉണ്ടാക്കാൻ പോകുന്നില്ല. ഈ സുധാകരൻ തുടർന്നാൽ എന്താ കുഴപ്പം? സുധാകരൻ്റെ അനാരോഗ്യ പ്രശ്നം അത്ര കുഴപ്പമൊന്നുമില്ലല്ലോ. അതെല്ലാവർക്കും ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. മാറുന്ന ജീവിതശൈലിക്ക് അനുസരിച്ചുള്ള രോഗം ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന എല്ലാ മനുഷ്യർക്കും ഉള്ളതായിട്ടാണ് മെഡിക്കൽ പഠനം പുറത്തു വന്നിട്ടുള്ളത്. പ്രശാന്തിനും ഉണ്ട്, എനിക്കും കാണും, എല്ലാവർക്കും ഉണ്ട്. അതിന് സുധാകരൻ തന്നെ പറയുന്നുണ്ടല്ലോ, മരുന്ന് കഴിക്കുന്നുണ്ട്. അനാരോഗ്യ പ്രശ്നം ഉണ്ടെങ്കിൽ ഡോക്ടറുണ്ട്. അതിൻ്റെ പേര് അങ്ങനെയാണെങ്കിൽ പിന്നെ മല്ലികാർജുൻ ഖാർഗെ ആദ്യം മാറ്റണമല്ലോ. മല്ലികാർജുൻ ഖാർഗെ ഒരു മുതുമുത്തച്ഛനായിട്ടല്ലേ വന്നിരിക്കുന്നത് പാർട്ടിയുടെ ദേശീയ അധ്യക്ഷൻ എന്ന് പറയുന്നത്. പിന്നെ സുധാകരനെ മാത്രം എന്തിനാ? സുധാകരനെ വന്നിരിക്കുന്നത് തന്നെ ഈ പാർട്ടിയെ സെമി കേഡറാക്കും എന്നൊക്കെ പറഞ്ഞാണ്. കൊട്ടും കുരവയും ആർപ്പുവിളിയും ഒക്കെ ആയിട്ടാണ് വന്നത്. ആരാ അതിനെ തകർത്തതാരാ? കോൺഗ്രസ്സുകാർ തന്നെയല്ലേ തകർത്തത്. ഇപ്പം ഇതിൽ നിന്നൊക്കെ മനസ്സിലാകുന്ന ഒരു കാര്യം, പിണറായി വിജയന് വീണ്ടും ഒരു ഭരണം കൂടി കൊടുക്കാൻ കോൺഗ്രസ്സുകാർ പിന്നെ തയ്യാറെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. പിണറായി വിജയൻ ഹാട്രിക് അടിക്കാൻ പോകുന്നു. കോൺഗ്രസ്സുകാർ തന്നെ വഴി വെട്ടിത്തുറന്ന് കൊടുത്തിരിക്കുക. ഇവരിങ്ങനെയൊക്കെ ആയി കഴിയുമ്പോൾ ഈ പല വഴിക്കൂടെയുള്ള വോട്ടുകൾ ചിതറിപ്പോകും. ക്രൈസ്തവ വിഭാഗത്തിൻ്റെ വോട്ട് പോകും. NSSൻ്റെ ആയാലും SNDPയുടെ ആയാലും വോട്ട് പോകുമെന്നുള്ളതാണ്. കെ പി സി സി അധ്യക്ഷ സ്ഥാനം ഇവരുടെ ഇപ്പം ഞാൻ ചോദിക്കട്ടെ, തെരഞ്ഞെടുപ്പ് നിലമ്പൂർ തെരഞ്ഞെടുപ്പ് ഇപ്പം ഉടനെ ഉണ്ട്, പ്രഖ്യാപിക്കും. അതെ, അത് പിന്നെ അവരിപ്പോൾ വേണ്ടത് എങ്ങനെയെങ്കിലും PV അൻവറിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് ആ സീറ്റ് അവർ തിരിച്ചു പിടിക്കണം, UDF. അപ്പോൾ കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെടും ഒരു ഭരണവിരുദ്ധ വികാരം ഇവിടെ ഉണ്ട്, ഒരു പിണറായി വിരുദ്ധ തരംഗമുണ്ട് എന്ന് മനസ്സിലായി കഴിയും. അതിൻ്റെ പിന്നാലെ ഇതാ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ്, ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. അതിന് തൊട്ടു പിന്നാലെ അസംബ്ലി തിരഞ്ഞെടുപ്പ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഞാൻ അറിഞ്ഞത് പല ചെറിയ ഘടകകക്ഷികളൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ ഒരുക്കം തുടങ്ങിക്കഴിഞ്ഞാണ്. ഒറ്റ സീറ്റിലൊക്കെ മത്സരിക്കുന്നവർ അവർ പിന്നെ പാർട്ടി ഉന്നത കേന്ദ്രങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്, UDFിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകകക്ഷി ഒരു സീറ്റിൽ മാത്രമുള്ളത്, അവർ ഏത് സീറ്റാണെന്ന് വരെ ഉറപ്പിച്ചു വച്ചിരിക്കുകയാണ്.
ആരാ മത്സരിക്കുന്നതെന്ന്. സ്ഥാനാർത്ഥിയെ ആ നിശ്ചയിച്ചു. അവരുടെ PA വരെ പറഞ്ഞു കഴിഞ്ഞു, ഞങ്ങൾ പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു. കാരണം ഇപ്പോഴേ അതിൻ്റേതായ രീതിയിൽ നീക്കണം. UDF ഘടകകക്ഷിയാണ്. UDF വന്നു കഴിഞ്ഞാൽ മന്ത്രിയാകുമെന്നൊക്കെയുള്ളൊരു പ്രതീക്ഷയിലാണ്. അത് ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളത് കണ്ടറിയണം. ഇത് ഇപ്പോഴത്തെ സാഹചര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ UDFന് അധികാരത്തിൽ വരാൻ ഒരു സാധ്യതയുമില്ല. എഴുതി വയ്ക്കാം. കേരളത്തിലെ രാഷ്ട്രീയം വെറുതെ രാവിലെ ഒരു പത്രം വായിച്ച് മനസ്സിലാക്കുന്നവൻ പോലും മനസ്സിലാക്കിയെടുക്കാവുന്ന കാര്യമാണ്. കാരണം ഇവരുടെ ഈ പോക്ക് തന്നെയാണ് കുഴപ്പം. ഇതിനോടൊപ്പം തന്നെ പ്രശാന്ത് തുടക്കത്തിൽ പറഞ്ഞ കാര്യം കൂടി നോക്കണം. ഈ BJP ഇവിടെ ക്രൈസ്തവ പിന്തുണ ആർജിക്കുന്നു. പിന്നെ ഈ ഈഴവ വോട്ടുകളെ മുഴുവൻ ഇവരിനിയിപ്പം ഒരു ഈഴവ KPCC അധ്യക്ഷനെ കൊണ്ടുപോവാം. എന്നാലും ഈഴവ വോട്ടുകളെല്ലാം ഇവർക്ക് പിടിച്ചു നിർത്താനൊന്നും കഴിയത്തില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പില് അതും വലിയ അതെ ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയാണല്ലോ എപ്പോഴും നമ്മൾ ഉദാഹരണം പറയുന്നത്. ആലപ്പുഴയിൽ ഉണ്ടാക്കിയ ഒരു ഓളം എന്ന് പറയുന്ന ചില്ലറയല്ല. അവിടെ ഈഴവ വോട്ടുകളാണ് ചോർന്നത് എന്ന് CPM പരസ്യമായിട്ട് പറഞ്ഞ കാര്യമാണ്. CPM അങ്ങനെയൊന്നും ഒരുവിധപ്പെട്ട കാര്യങ്ങൾ പരസ്യമായി പറയുന്നവരല്ല. അവർ കൃത്യമായി അവർ പറഞ്ഞു. അത് ഗോവിന്ദ മാസ്റ്റർ തന്നെ പറഞ്ഞല്ലോ. അവിടെ മാത്രമല്ല, പാർട്ടി കേന്ദ്രങ്ങളിൽ പോലും ഇവരുടെ BJPയുടെ സ്വാധീനം ഉണ്ടാകുന്നുണ്ട് എന്ന ഈ ആറ്റിങ്ങല്, അതുപോലെ തന്നെ ആലപ്പുഴ, അതുപോലെ എറണാകുളം, തൃശ്ശൂരൊക്കെ വലിയ തോതിൽ ഈഴവ വോട്ട് BJPയിലേക്ക് പോയി എന്നുള്ളത് പാർട്ടി വിലയിരുത്തുന്നുണ്ട്, CPM വിലയിരുത്തുന്നുണ്ട്. അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് കോവളം പോലെയുള്ള മണ്ഡലങ്ങളിൽ, കോവളം നെയ്യാറ്റിങ്കര മണ്ഡലങ്ങളിലൊക്കെ അത്യാവശ്യം ഈഴവ വോട്ടുണ്ട്. അവിടെയും BJPക്ക്, കാരണം മുമ്പൊക്കെ 30,000-ത്തിന് താഴെ അസംബ്ലി മണ്ഡലത്തിൽ വോട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അസംബ്ലി തെരഞ്ഞെടുപ്പിലും ഒക്കെ വാങ്ങിക്കൊണ്ടിരുന്ന സമയത്ത് ഇപ്പോൾ അത് 46,000-45,000 ഒക്കെ കടന്നിരിക്കുകയാണ്. അതൊരു വലിയ സൂചനയാണ്. ഈഴവ വോട്ടുകൾ വലിയ തോതിൽ BJPയിലേക്ക് പോകുന്നു എന്നുള്ളതിൻ്റെ. ഇവിടെ അത് കോൺഗ്രസ് മനസ്സിലാക്കുന്നില്ല, അവർ അത് തിരിച്ചറിയുന്നില്ല. പകരം അവർ ഈ പറയുന്നത് പോലെ നഷ്ടപ്പെടുന്ന ക്രിസ്ത്യൻ വോട്ടുകൾ തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് അവർ വലിയ തോതിൽ പരിശ്രമങ്ങൾ നടത്തുകയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ക്രിസ്ത്യൻ വോട്ട് അവർക്ക് പഴയതുപോലെ ഒന്നും തിരിച്ചു പിടിക്കാൻ പറ്റത്തില്ല. കാരണം BJP അത്രത്തോളം കേന്ദ്രത്തിൽ BJP ഭരിക്കുന്നിടത്തോളം കാലം ഈ ക്രിസ്ത്യൻ സഭകൾക്ക് വളരെ കൃത്യമായിട്ട് BJPയുമായിട്ടൊരു ബന്ധം നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോയേ മതിയാവും. അല്ലാതെ അവർക്ക് BJPയെ പിണക്കിക്കൊണ്ടോ BJPയിൽ നിന്ന് അകന്നു നിന്നുകൊണ്ടോ മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അതുകൊണ്ട് അവർ തീർച്ചയായിട്ടും കേരളത്തിൽ BJP കോൺഗ്രസിൻ്റെ അടുത്തിട്ട് വലിയ കാര്യമൊന്നുമില്ല. അടുത്ത കാലത്തൊന്നും കേന്ദ്രത്തിൽ തിരിച്ചു വരാൻ പോകുന്നില്ല എന്നവർക്കറിയാം. അതുകൊണ്ട് തന്നെ അവർ കേരളത്തിലും BJPയോട് അടുത്ത് നിൽക്കുന്ന ഒരു സമീപനം, BJPയുമായിട്ട് നല്ല ബന്ധം കാത്തു സൂക്ഷിച്ച് മുന്നോട്ട് പോകാനുള്ളൊരു പരിശ്രമമായിരിക്കും അവർ നടത്തുക. ഈ ജോർജ് കുര്യനെ കേന്ദ്രമന്ത്രിയാക്കിയത് വെറുതെ ഒന്നുമല്ല. അതെ, അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് നമുക്ക് കൃത്യമായി ഇനി അങ്ങോട്ട് കാണുകയും ചെയ്യാവുന്നതാണ്. അപ്പം ക്രൈസ്തവ വോട്ടുകളിൽ ഇനിയിപ്പം പഴയതുപോലെ കോൺഗ്രസ് ഒരു ക്രൈസ്തവ KPCCയുടെ തലപ്പത്തേക്ക് ഒരു ക്രൈസ്തവനെ കൊണ്ടുവരിക എന്ന് പറയുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അത് എത്ര ഗുണകരമാകും എന്ന് കണ്ടു തന്നെ അറിയാം. കോൺഗ്രസ്സിലെ ക്രൈസ്തവ വിഭാഗത്തിൻ്റെ മുഴുവൻ ഒരു സ്വാധീനം ഉണ്ടായിരുന്ന 2 പേരെന്ന് പറയുന്നത് AK ആൻ്റണിയും ഉമ്മൻചാണ്ടിയും. AK ആൻ്റണി പൊതുവെ ഇപ്പം അദ്ദേഹം വിശ്രമ ജീവിതം, ഉമ്മൻചാണ്ടി നമ്മളോടൊപ്പം ഇല്ലാതായി. അപ്പോൾ പിന്നെ അതിനുശേഷം അതുപോലെ ഒരു ക്രൈസ്തവ വോട്ടുകൾ സമാഹരിക്കാൻ കഴിയുന്ന അവരെ മുഴുവൻ സഭകളെയും ഈ കോൺഗ്രസിൻ്റെ തട്ടകത്തിൽ കൊണ്ട് നിർത്താൻ പറ്റുന്ന ഒരു നേതാവ് അവർക്ക് വേറെ ഇല്ല എന്നുള്ളതൊരു സത്യമാണ്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.